ഡോക്ട്രിൻ ഓഫ് പയസ് ഒബ്ലിഗേഷൻ ഹിന്ദു ലോ അനുസരിച്ച് വന്നിരുന്ന ഒരു ഒബ്ലിഗേഷനാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ട്രിനാണ്. ഈ ഡോക്ട്രിനിൽ പറയുന്നത് സൺസ് അല്ലെ മക്കൾ, ആൺമക്കൾ പിതാവിൻ്റെ കടങ്ങൾ റീപേ ചെയ്യുന്നതിന് ഉത്തരവാദികളാണ് എന്നാണ്. എങ്ങനെയുള്ള കടങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇൻകേർഡ് ഫോർ ലീഗൽ പർപ്പസസ്, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ലോഫുൾ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി എടുത്തിട്ടുള്ള കടങ്ങൾ തീർക്കുന്നതിന് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട് എന്നാണ് ഈ ഡോക്ട്രിൻ പറയുന്നത്. ഇത്തരത്തിലൊരു ഒബ്ലിഗേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കടം തീർത്താൽ മാത്രമേ ഈ മരിച്ചുപോയ പിതാവിൻ്റെ സ്പിരിച്വൽ വെൽബീയിങ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതൊരു മതപരമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഇത്തരത്തിൽ പിതാവിൻ്റെ സ്പിരിച്വൽ വെൽബീയിങ്ങിന് വേണ്ടി ഈ പറയുന്ന കടങ്ങളെല്ലാം തീർക്കണമെന്നുള്ളത്. പിതാവ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു ലയബിലിറ്റി പിതാവിൻ്റെ കടത്തിനും ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെയും കടങ്ങൾ തീർക്കുന്നതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊരു റിലീജിയസ് ഡ്യൂട്ടിയുടെ മുകളിൽ റിലീജിയസ് ഡ്യൂട്ടി ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഒബ്ലിഗേഷനാണ്. ഫാദറിൻ്റെ സ്പിരിച്വൽ വെൽബീയിങ്ങിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കടബാധ്യതകൾ തീർക്കണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെയും ലയബിലിറ്റീസ് തീർക്കേണ്ട ഉത്തരവാദിത്വം ജീവനുള്ള അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മക്കളുടേതാണ് എന്നാണ് പറയുന്നത്. ഇനി എത്തരത്തിലുള്ള കടങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യവഹാരിക ഡെബ്റ്റ്സ് എന്നാണ് പറയുക. അതായത് ഇൻക്വയർഡ് ഫോർ ലീഗൽ ഓർ ലെജിറ്റിമേറ്റ് പ്രോസസ്സ്, നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പ്രോസസ്സിന് വേണ്ടി അല്ലെ പർപ്പസസിന് വേണ്ടി മാത്രമുള്ള കടങ്ങളാണ്. അതല്ലാതെ ഇമ്മോറലോ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള കടങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഡോക്ടറിന് ഒരു ലിമിറ്റേഷനുണ്ട്. ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി കൈവശം വെക്കുന്ന അല്ലെങ്കിൽ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് മാത്രം ആ കടം തീർത്താൽ മതി. അതല്ലാതെ സണ്ണിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഈ പറഞ്ഞ ഡെപ്റ്റുകൾ തീർക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇന്നത്തെ സ്കോപ്പ് എന്താണ്? കറണ്ട് സ്കോപ്പ് എന്ന് പറയുന്നത് ഹിന്ദു സക്സഷൻ ആക്ടിൻ്റെ 2005 അമെൻമെൻറ്റ് പ്രകാരം ഈ പറഞ്ഞ ഡോക്ട്രിൻ ഓൾട്ടർ ചെയ്തു, അത് നള്ളിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2005 മുമ്പുള്ള കടങ്ങൾ മാത്രം ഈ പറഞ്ഞ ഡോക്ട്രിൻ ആപ്ലിക്കബിൾ ആകുകയുള്ളൂ, അല്ലെങ്കിൽ ആൺമക്കൾ ലയബിൾ ആകുകയുള്ളൂ. ഇതിന് ശേഷം ഉള്ള കടങ്ങൾക്ക് ഈ ഡോക്ട്രിൻ ആപ്ലിക്കബിൾ അല്ല. ഈ ഒരു ഡോക്ട്രിന് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ തേർഡ് പാർട്ടിയുടെ ലയബിലിറ്റി തീർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അല്ല എന്നാണ് പറഞ്ഞു വെക്കുക. ഒരാൾക്ക് ഒരു കടമുണ്ടെങ്കിൽ അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കടമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോളിന് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള റിലീഫ് കിട്ടുന്നതിന് വേണ്ടി മാത്രമായിട്ട് ആണ് ഈ പറഞ്ഞ വ്യവഹാരിക ഡെബ്റ്റ്സ് തീർക്കേണ്ടത്. അതല്ലാതെ തേർഡ് പാർട്ടിക്ക് ഒരു ഇതുണ്ടാകണം എന്നുള്ള രീതിക്കല്ല എന്നാണ് കേസ് ലോസിലൂടെ പോലും നമുക്ക് കാണാൻ കഴിയുക. ഞാനിപ്പോൾ പറഞ്ഞത് സാറ്റ്നറയൻ വേഴ്സസ് റായ് ബഹദൂർ ശ്രീ കിഷൻദാസ് എന്ന 1936 ഒരു കേസിനകത്ത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഐഡിയ ഓഫ് പയസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പയസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഫാദറിൻ്റെ ഒബ്ലിഗേഷൻസ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയാണ്, അതല്ലാതെ തേർഡ് പാർട്ടിയുടെ നെസസിറ്റീസ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയല്ല എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട്. അപ്പോൾ അതൊരു റിലീജിയസ് ബേസിസിൽ മാത്രം വന്നിട്ടുള്ള ഒരു ഡോക്ട്രിനാണ്. അതിൻ്റെ ഒരു ലീഗൽ സൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ലീഗലല്ല, പകരം റിലീജിയസ് ബേസിലാണ്. 2005 അമെൻമെൻറ്റ് കൊണ്ട് ഈ പറയുന്ന ഡോക്ട്രിൻ നള്ളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രത്നചുരുക്കം എന്ന് പറയുന്നത് പിതാവിൻ്റെ കടങ്ങൾ മക്കളുടെ ബാധ്യതയാണ്, അത് തീർക്കുക എന്ന് മാത്രമാണ്. ഈ ഒരു പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.